ഇവിടെ എത്തിയിട്ടുള്ള സച്ചിദാനന്ദ മാഷ്, ഡോക്ടർ ഹരികൃഷ്ണൻ, ശ്രീമതി സന്ധ്യ മന്നത്ത്, സ്വാഗതം പറഞ്ഞ ശ്രീ രാജേഷ് കുമാർ, സുഹൃത്തുക്കളെ, ദയ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയിട്ടുള്ള ഡോക്ടർ ബ്രഹ്മപുത്രൻ, പേനാൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിൽ നിന്ന് എത്തിയിട്ടുള്ള സുഹൃത്തുക്കളെ, ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് സുഹൃത്തുക്കൾ, നേരത്തെ രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞവിടെ നിന്ന് തുടങ്ങാൻ ഞാൻ, കാരണം കലാമണ്ഡലത്തിൽ എന്താണ് ഈ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ എന്ന് സ്വാഭാവികമായിട്ട് ചോദ്യമുണ്ടാവാം. അതിൻ്റെ ഉത്തരം ഒന്നാണ്. കാരണം ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ഏതൊരു മേഖലയുമായും ഏതൊരു മേഖലയിലേക്കും കല അല്ലെങ്കിൽ അവതരണ കല കടന്നു ചെല്ലേണ്ട ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. വിശേഷിച്ചും കലാമണ്ഡലത്തിൻ്റെ ഒരു സമകാല സാഹചര്യത്തിൽ അത് സമൂഹത്തിലെ എല്ലാ മേഖലകളുമായി എല്ലാ മേഖലകളിലും ഇടപെടേണ്ടതുണ്ട് എന്നൊരു ഉത്തമ വിശ്വാസം ഇപ്പോൾ കലാമണ്ഡലത്തിനുണ്ട്. 1930 ഇത് തുടങ്ങുമ്പോൾ അത് വളരെ വിപ്ലവകരമായ ഒരു തുടക്കമായിരുന്നു. കാരണം നമ്മുടെ പാരമ്പര്യത്തെ എങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു കേരളത്തിൻ്റെ ഒരു മോഡേണിറ്റിയുടെ ആധുനികതയുടെ ഭാഗമായിട്ട് വന്ന ഒരു സ്ഥാപനമാണ്. വളരെ പുരോഗമന സ്വഭാവത്തോടു കൂടി ഒരു സമൂഹത്തിൽ കഥകളി പോലുള്ള ഒരു അവതരണ കല എങ്ങനെ നിലകൊള്ളണം എന്നുള്ളൊരു കൃത്യമായ വീക്ഷണത്തോടു കൂടിയാണ് മഹാകവി വള്ളത്തോൾ ഇത് തുടങ്ങിയത്. പൊതുവെ ഒരു ധാരണയുണ്ട് കഥകളിക്ക് വേണ്ടി മാത്രം തുടങ്ങിയതാണ് കലാമണ്ഡലം എന്ന്. എന്നാൽ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. കലാമണ്ഡലത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ കലാമണ്ഡലത്തിന് ഒരു നാടക സംഘം ഉണ്ടായിരുന്നു. കലാകൗമുദി എന്ന പേരോട് കൂടിയ ഒരു നാടക സംഘം, അതായത് ഒരു സമകാല നാടക ആവിഷ്കാരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു നാടക സംഘമായിരുന്നു ഇത്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന വേറൊരു പുതിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമകാല ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ പുരോഗമന ആശയങ്ങളോടുകൂടി തുടങ്ങിയ പല സാംസ്കാരിക സ്ഥാപനങ്ങളും ഓരോ പതിറ്റാണ്ടുകൾ കഴിയുന്തോറും വീണ്ടും വീണ്ടും യാഥാസ്ഥിതികതയുടെ ഒരു ചുറ്റുപാടിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അത് കലാമണ്ഡലത്തിൽ മാത്രമല്ല, ആ സ്വഭാവം പലപ്പോഴും നമുക്ക് കലാക്ഷേത്ര, അതേപോലെ തന്നെ കഥാകേന്ദ്ര, ഈ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു ഇന്ത്യൻ മോഡേണിറ്റിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണലിസത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തെ ഒക്കെ പുതിയ രീതിയിൽ കാണാൻ ശ്രമിച്ച സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇന്ന് ഒരു പഴയ സംസ്കാരത്തെ പുനരുജ്ജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ഒരു ചുറ്റുപാടാണ് ഉള്ളത്. കാരണം എന്തിനു വേണ്ടിയാണോ അത് തുടങ്ങിയത്, അതിന് വിപരീതമായ ഒരു അവസ്ഥയിലാണ് ഇന്നിപ്പോൾ പല സ്ഥാപനങ്ങളും നിലകൊള്ളുന്നത്. ആ അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ പുതിയ ഇത് സംഭവിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഈ കലാരൂപങ്ങളോ അല്ലെങ്കിൽ ഈ ആവിഷ്കാരങ്ങളോ ഒക്കെ തന്നെ പലപ്പോഴും ഒരു സമകാല സമൂഹത്തിൽ അല്ലെങ്കിൽ സമകാല യുവത്വത്തിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം ഒരു സമകാലിക സമൂഹവുമായി സംവദിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സംവേദനക്ഷമത ഉണ്ടാക്കിയെടുക്കുവാൻ ഈ സ്ഥാപനങ്ങൾക്കോ ഈ കലാരൂപങ്ങൾക്കോ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അത് തിരുത്താനുള്ള അത് കണ്ടുകൊണ്ടാണ് കലാമണ്ഡലം അതിന്റെ പുതിയ മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഇപ്പോൾ ഒരു ബോധ്യമുണ്ടാവുന്നതും, അങ്ങനെ പുതിയ കഥകളികൾ അല്ലെങ്കിൽ പുതിയ കഥകളികൾ നിർമ്മിക്കുന്നതിലും പുതിയ മേഖലകളിലേക്ക് നമ്മുടെ കലാമണ്ഡലത്തിന്റെ പ്രവർത്തനത്തെ കൊണ്ടുവരുന്നതിനും അത് കൂടുതൽ ഇൻക്ലൂസീവ് ആവാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കും. കാരണം ഇത് കൂടുതൽ ആൾക്കാരെ ഇത് കേരള കലാമണ്ഡലം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള കലാരൂപങ്ങൾക്കും അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാർക്കും മാത്രമുള്ള ഒരു സ്ഥാപനമാവരുത് എന്നുള്ളൊരു ഉത്തമ വിശ്വാസം ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കലാമണ്ഡലം പല മേഖലയിലേക്കും കടക്കുന്ന ഒന്ന് ടൂറിസത്തിലേക്കും
അതേപോലെ തന്നെ പുതിയ കൊറിയോഗ്രാഫികളിലേക്കും അതേപോലെ തന്നെ പുതിയ ആട്ടക്കഥകൾ നിർമ്മിക്കുന്നതിലും ഒക്കെ കലാമണ്ഡലം ഇപ്പോൾ മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കലാരൂപങ്ങൾക്കൊക്കെയുള്ള പുതിയ പ്രസക്തി ഒരിക്കലും ഒരു 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തുള്ള പ്രസക്തി അല്ല ഉള്ളത്. കാരണം ഒരു പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ കലാരൂപങ്ങളെ മനുഷ്യന് ഉപയുക്തമാവുന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യാൻ കഴിയുക. ഉപയുക്തമാകുക എന്ന് ഞാൻ പറയുമ്പോൾ ഒരു യൂട്ടിലിറ്റേറിയൻ അപ്രോച്ചോട് കൂടി അല്ല പറയുന്നത്. കാരണം മനുഷ്യ ജീവന് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിൽ എങ്ങനെയാണ് ഈ കലാരൂപങ്ങൾക്ക് പങ്കുവഹിക്കാൻ കഴിയുക. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വേൾഡ് ഹെൽത്ത് ഡേ അല്ലെങ്കിൽ ലോക ആരോഗ്യ ദിനം ഇവിടെ നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. കാരണം മെഡിക്കൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസിന്റെ ഒക്കെ ഭാഗമായിട്ട് അവതരണ കലകൾക്ക് ഒരു നല്ല പങ്ക് വഹിക്കാനുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു നല്ല പങ്ക് വഹിക്കാനുണ്ട്. കാരണം ഉദാഹരണത്തിന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെ വിശാലമായി വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ ക്ലൗണിംഗ് എന്ന് പറയുന്നത്. അതേപോലെ മെഡിക്കൽ ക്ലൗണിംഗ് അതേപോലെ തന്നെ നമ്മുടെ ഒരു എങ്ങനെയാണ് തിയേറ്റർ അല്ലെങ്കിൽ അവതരണ കല ഒരു ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ഒരു അനുകമ്പയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എങ്ങനെ നിലകൊള്ളാനാവുക, അവതരണങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഒരു ഈ അവരുടെ അല്ലെങ്കിൽ ഒരു പെയിൻ ആൻഡ് അനുകമ്പയുടെ ഭാഗമായിട്ട് എങ്ങനെ നിലകൊള്ളാനാവും എന്നുള്ളത് വളരെ പ്രസക്തമായ ഒന്നാണ്. കാരണം അടുത്തിടെ കാരണം 1916 തോന്നുന്നു ലണ്ടനിലെ കോംപ്ലിസിറ്റി എന്ന ഒരു നാടക ഗ്രൂപ്പ് നാഷണൽ തിയേറ്ററിൽ പസഫിക് ക്രോണിക്കിൾസ് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു നാടകം അരങ്ങേറുകയും വളരെ ഏകദേശം ഒരു വർഷത്തിലേറെ കാലം ആ നാടകം അതായത് ഒരു ക്യാൻസർ സർവൈവേഴ്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു നാടകമായിരുന്നു അത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസത്ത് വെൽക്കം ട്രസ്റ്റിന്റെ ഒരു വലിയ പ്രോജക്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദുമായിട്ട് ചെയ്യുന്ന ഒരു വലിയ പ്രോജക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അഡോളസെന്റ് യങ് അഡൽട്സിനെ ആയിട്ടുള്ള ക്യാൻസർ സർവൈവേഴ്സിനെ അവരെ വെച്ചുകൊണ്ടുള്ള ഒരു അവതരണ രൂപങ്ങൾ കൊണ്ടുവരികയും അത് എങ്ങനെ ഒരു പുതിയ ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ സർവൈവേഴ്സിൽ എങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ഉതകുന്നു എന്നൊരു വലിയൊരു പ്രോജക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഒരു ഇന്ത്യയിൽ മാത്രം ഒരു 4 കോടി രൂപയുടെ ഔട്ട്ലേ ഉള്ള ഒരു പ്രോജക്റ്റ് ആണ്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയ മേഖലകളിലേക്ക് നമ്മുടെ ഈ കലാരൂപങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ ഇതിനൊരു പുതിയ പ്രസക്തി അല്ലെങ്കിൽ ഒരു സാധ്യതകളുണ്ട്. സാധ്യതയോടൊപ്പം തന്നെ മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ അനുകമ്പയുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലയിൽ പലപ്പോഴും ഈ അവതരണ രൂപങ്ങൾക്കുള്ള ഒരു വലിയ പ്രസക്തിയാണുള്ളത്. അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, ഈ നാടകം എന്നത് ആ ഒരു കലാരൂപമായിക്കൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയ രൂപമാണ്. പലപ്പോഴും ഒരു രാഷ്ട്രീയ സംഘടനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഐഡിയോളജിയോ ആൾക്കാരെ ഒന്നു ചേർക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളിലും പലപ്പോഴും അവതരണ കലകൾക്ക് ആൾക്കാരെ ഒന്നിച്ച് ചേർക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിന് പലപ്പോഴും മാനവികത ഒരു അടിസ്ഥാനമായി മാറുകയും ഈ മാനവികതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അവതരണ കല എല്ലാം നിലകൊള്ളുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ആണ് ഇപ്പോൾ കലാമണ്ഡലം ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടും ഇതിവിടെ സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത ദയ ഹോസ്പിറ്റലിലെ ഡോക്ടർ ബ്രഹ്മപുത്രനും സംഘത്തിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.